ലയോ പാപ്പയുടേതാണെന്ന വ്യാജേന പ്രചരിക്കുന്ന കൃത്രിമ AI വീഡിയോകളെ സൂക്ഷിക്കണമെന്ന് വത്തിക്കാൻ. സമകാലിക കാര്യങ്ങളെക്കുറിച്ച് പാപ്പ സംസാരിക്കുന്ന വീഡിയോകളും ഓഡിയോ ദൃശ്യങ്ങളുമാണ് പ്രചരിക്കുന്നത്. പാപ്പയുടേതാണെന്ന പേരിൽ പ്രചരിക്കുന്ന കൃത്രിമ ദൃശ്യങ്ങളും ഫോട്ടോകളും നീക്കം ചെയ്യാനുള്ള ദീർഘദൂര ശ്രമത്തിലാണ് വത്തിക്കാന്റെ കമ്മ്യൂണിക്കേഷൻ ടീം. എന്നാൽ വ്യാജവാർത്തകൾ നീക്കം ചെയ്യപ്പെടുന്നതിനോടൊപ്പം ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ അതിലും വേഗത്തിൽ പ്രത്യക്ഷപ്പെടുന്നതും അതിവേഗത്തിൽ ഷെയർ ചെയ്യപ്പെടുന്നതും ഒരു വെല്ലുവിളി നിറഞ്ഞ പോരാട്ടമാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ പാപ്പ ദീർഘനേരം സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നു. യൂട്യൂബിൽ പോപ്പ് ലയോ എന്ന് തിരഞ്ഞപ്പോൾ പാപ്പ നടത്തുന്നതായി പറയപ്പെടുന്ന ഡീപ് ഫേക്ക് വീഡിയോകൾ ദിവ്യകാരുണ്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ പോലുള്ള വിശ്വസനീയമായ കാര്യങ്ങൾ മുതൽ രാജിപ്രഖ്യാപനം പോലുള്ള അസംബന്ധപരമായ കാര്യങ്ങൾ വരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതായി കണ്ടെത്തി. ഒരു ദശാബ്ദത്തിനുള്ളിൽ നിലവിൽ വന്ന ഡീപ് ഫേക്ക് എന്ന പദം ആളുകൾ ഒരിക്കലും പറയാത്തതോ ചെയ്യാത്തതോ ആയ കാര്യങ്ങൾ ചെയ്യുന്നതോ പറയുന്നതോ കാണിക്കുന്നതിനായി മാറ്റം വരുത്തിയ വീഡിയോകൾ, ഫോട്ടോകൾ അല്ലെങ്കിൽ ഓഡിയോ റെക്കോർഡിംഗുകളെയാണ് സൂചിപ്പിക്കുന്നത്. AI-യുടെ അധിനിവേശത്തോടെ ഇത്തരം ഡീപ് ഫേക്ക് ദൃശ്യങ്ങളുടെ പ്രചരണവും കൂടി വരികയാണ്. വത്തിക്കാന്റെ കമ്മ്യൂണിക്കേഷൻസ് ടീം ഓഗസ്റ്റിൽ പുറത്തിറക്കിയ പ്രതിമാസ ഇമെയിൽ വാർത്താക്കുറിപ്പിൽ ഡീപ് ഫേക്കുകളുടെ വ്യാപനത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും സംശയാസ്പദമായ പോസ്റ്റുകളും വീഡിയോകളും ഡിക്കാസ്റ്ററിയിൽ റിപ്പോർട്ട് ചെയ്യാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. വാർത്തകളിലെ സത്യം തിരിച്ചറിയാൻ വത്തിക്കാന്റെ സ്വന്തം വെബ്സൈറ്റുകൾ പോലുള്ള ഔദ്യോഗിക സ്രോതസ്സുകളെ ആശ്രയിക്കണമെന്നും വത്തിക്കാൻ വായനക്കാരെ ഓർമ്മിപ്പിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.